നടത്തിയത് നൗഷാദ് ചെയ്തത് വിഡ്ഢിത്തമാണ്. എന്തേ നൗഷാദിന് ഒരു കയറെടുത്തു കൊടുത്തുകൂടെ എന്ന് വിഡ്ഢിത്തമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തൊരു ആഭാസകരമാണ്, എന്തൊരു ആഭാസകരമാണ്. പിടഞ്ഞു മരിക്കാൻ പോകുന്ന മനുഷ്യന് എങ്ങനെയാണ് കയറിട്ട് കൊടുക്കുക? ആ കയറിട്ട് കൊടുത്താൽ വിഷവാതകം ശ്വസിച്ചിട്ട് രണ്ട് കൈകൾ അനക്കാൻ കഴിയാത്തവന് എന്റെ സഹോദരങ്ങളെ കയറിട്ട് കൊടുത്തിട്ട് എന്താണ് കാര്യം? മാത്രമല്ല, നൗഷാദ് മരിച്ചപ്പോൾ മുസ്ലിമായി മരിക്കണമെങ്കിൽ മുസ്ലിമായി മരിക്കണമെന്ന് വിളിച്ചു പറഞ്ഞവർ എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരു ലോകത്ത് പഠിപ്പിച്ചത് മനസ്സിലാക്കാതെ പോയി? ആ ശ്രീനാരായണ ഗുരു അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് വാക്ക് വരി ലോകത്ത് പഠിപ്പിച്ചിട്ടാണ് വിട പറഞ്ഞു പോയത്. പരമാർത്ഥമുരച്ചു തെർവിടും പൊരുളോ ഭൂതദയാ ക്ഷമാബ്ദിയോ സരസതയാ ഭാഷ്യകരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കാരുണ്യവാം നബിമുത്തുരത്നമോ. ഞാൻ എന്ത് പറയണം, ഞാൻ എന്ത് പറയണം പ്രവാചകരെ കുറിച്ച്? അത് മുത്താണോ, അത് സത്താണോ എന്ന് ലോകത്തോട് കേരളക്കരയിൽ ശബ്ദിച്ച ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികൾക്ക് ഇസ്ലാം മതത്തിന്റെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പാനോ മുസ്ലിങ്ങളെ തീവ്രവാദി എന്ന് വിളിക്കാനോ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂല് ലോകത്ത് പഠിപ്പിച്ചത് സഹിഷ്ണുതയുടെ സുന്ദരമായ വാക്കുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഓതിവെച്ചത്. റഹ്മത്തുൽ ആലമീനായ പ്രവാചകരാണ്. എല്ലാവർക്കും റസൂലിനെ കൊണ്ട് കരുണ കിട്ടണം. മുസ്ലിങ്ങൾക്ക് മാത്രം പോരാ. എത്രമാത്രമാണെന്നറിയുമോ എന്റെ സഹോദരങ്ങളെ? നിങ്ങൾ കണ്ടില്ലേ, 40 ദിവസം കുഷ്ഠരോഗം പിടിച്ച നായെ കുളിപ്പിച്ച ചരിത്രമാണ് അഹ്മദുൽ കബീർ റിഫായുടെ ചരിത്രമെങ്കിൽ എവിടെ നിന്ന് പഠിച്ചു ഈ സ്നേഹമെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിൽ നിന്നാണ് അഹ്മദുൽ കബീർ റിഫായെ സഹിഷ്ണുത ലോകത്ത് കണ്ടത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂലും അനുയായികളും ഒരു യുദ്ധത്തിന് പോവുകയാണ്. ഇസ്ലാമിന്റെ യുദ്ധമെന്ന് പറഞ്ഞാൽ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാറില്ല. പതറാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മച്ചയും മാംസവും കൊടുക്കാൻ തയ്യാറായ എന്റെ സഹോദരങ്ങളെ, പട്ടിണിപ്പാവങ്ങളായ സഹാബാക്കളെ ഒന്നിച്ച് അല്ലാഹുവിന്റെ റസൂല് പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുദ്ധത്തിന് ആ സമയത്താണ് പ്രവാചകർ പറഞ്ഞത്, സ്റ്റോപ്പ്, നിർത്തുക, നമുക്ക് മറ്റൊരു വഴിയിലൂടെ പോകാം. എന്താണ് മറ്റൊരു വഴിയിലൂടെ പോകാമെന്ന് പറഞ്ഞത് സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നടന്നു പോകുന്ന വഴിയിൽ ഒരു നായ, ആ നായയുടെ കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞിപ്പാല് കൊടുക്കുകയാണ്. ഹബീബെങ്ങാനും കടന്നുപോയാൽ, പ്രവാചകരുടെ അനുയായികളെങ്ങാനും കടന്നുപോയാൽ ആ നായക്കുട്ടിയുടെ പാലുകുടി മുറിഞ്ഞു പോകുന്നത് ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആകരുതെന്ന് ലോകത്ത് ചരിത്രം പഠിപ്പിച്ച, അതാണ് പറഞ്ഞത് റഹ്മത്തുൽ ആലമീൻ. ഒരു നായക്ക് പോലും പ്രവാചകരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഈ സഹിഷ്ണുതയിലൂടെയാണ് ലോകം വളർന്നു വന്നത്. ഈ സഹിഷ്ണുതയിലൂടെയാണ് മുസ്ലിം ഉമ്മത്ത് വളർന്നു വന്നത്. മുസ്ലിം ഉമ്മത്തിന് തീവ്രവാദിയാകാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വാഴ്ന്നു കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാഖിന്റെ മണ്ണില് അല്ലാഹുവിന്റെ ദീനിനെ ചുട്ടീകരിക്കാൻ വേണ്ടി ജോൺമാർ ഇറങ്ങിയപ്പോൾ പാരീസിന്റെ തെരുവോരങ്ങളിൽ നിശാ ക്ലബ്ബുകളിൽ തീവക്കാരും വടിയുണ്ടകൾ എതിർത്താരോ ആരാണ് പഠിപ്പിച്ചിട്ടുള്ളത്? എന്റെ സഹോദരങ്ങളെ, പാരീസിന്റെ മുറ്റത്ത് വെടിവെക്കുന്ന IS-നോട് പറയാറുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദ സംഘടന ഉണ്ടാക്കുന്നവരോട് പറയാനുള്ളത്, എന്തുകൊണ്ട് നിങ്ങൾ അമേരിക്കക്കെതിരെ വ്യതിചലിക്കുന്നതുകൊണ്ട് അമേരിക്കക്കെതിരെ നിങ്ങൾ ശബ്ദിക്കുന്നില്ല? സൗദിക്കെതിരെ നിങ്ങൾ ശബ്ദിക്കുന്നു. അമേരിക്കയുടെ വളർത്തുപുത്രനാണോ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് പുതിയൊരു യുഗത്തിന് വേണ്ടി ചോരക്കളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹിഷ്ണുതയിൽ നിന്ന് പാഠം പഠിക്കണേ. മഹാനായ അഹ്മദുൽ കബീർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് ചരിത്രം പഠിച്ചത് റസൂലിന്റെ സഹിഷ്ണുത